പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനിക്ക് സിയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടി എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ജലജ അബിയോട് പറയുന്നുണ്ട്, എടാ ഈ സിയെ ജോലി ചെയ്യുന്നത് നന്ദുവിൻ്റെ സ്റ്റേഷനിൽ തന്നെയാണ്, നീ അയാളെ ഒന്ന് പോയി പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അനിക്കിട്ട് തല്ല് കിട്ടി എന്ന് പറയുമ്പം വേണുവിനും ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് അജയനെ കാണുമ്പോൾ അജയനോട് പറയുന്നുണ്ട്, എടാ SIക്ക് മേളിലും പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് നിൻ്റെ മോൻ്റെ മുഖത്ത് പാട് വീണത്, ഞാൻ ആ സിയുടെ കാര്യമാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് അജയന് ഭയങ്കര വിഷമമാക്കുന്നുണ്ട്. അതുപോലെ അനിക്കിട്ട് തല്ല് കിട്ടി എന്നറിഞ്ഞിട്ട് ജാനകിക്ക് മാറ്റമൊന്നുമില്ല, നിനക്കത് കിട്ടേണ്ടായിരുന്നു എന്നൊരു മനോഭാവമാണ് ജാനകിക്ക്. പിന്നെ നീ ഇനി പുറത്തിറങ്ങിയേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ അനി എതിർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ജലജ പറയുന്നുണ്ട്, ഇവൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തും, അതൊക്കെ കേട്ട് നീ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവൻ ആ നന്ദുവിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരും, അന്നേരവും നീ ഇത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ജാനകിയെ എരിവ് കയറ്റി വിടുന്നുണ്ട്. ഏതായാലും സഹിയിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അനിക്ക്. കാരണം അനിയുടെ സൈഡിൽ നിൽക്കാൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അനി നേരിട്ട് കനകയും ഗോവിന്ദനെയും കാണാനായിട്ട് ചെല്ലുവാണ്. എന്നിട്ട് പറയുവാണ്, എനിക്ക് വേണ്ടി പെണ്ണ് ആലോചിച്ച് ആരും ഇങ്ങോട്ട് വരില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വന്നത്, എനിക്ക് നന്ദുവിനെ തരണം എന്ന് പറയാനാണ് വന്നത് എന്ന് പറയുമ്പോഴേക്കും അന്തം വിട്ട് നിൽക്കുവാണ് കനകയും ഗോവിന്ദനും. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.